This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuma. Al Hamour Restaurant, Al Bidia and Dibba. നമസ്കാരം. അപ്പോൾ ഞാനും വിനോദ് ഭായും കൂടെ അജ്മാനിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് ഒരു യാത്ര പോകാൻ പോവാണ്. ആ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ ഓക്കെ. നമ്മൾ റാസൽ ഖൈമയിലെത്തി. റാസൽ ഖൈമയിൽ അൽ ഹമൂർ റെസ്റ്റോറൻറ്റിലേക്ക്. ഇവിടുത്തെ വിഭവങ്ങളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കത് ടേസ്റ്റ് ചെയ്യാം, നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഫിഷിൽ തന്നെ നമുക്ക് പൊള്ളിച്ച ഫിഷ് കഴിക്കാം. ഇതാ നോക്കിയോ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ദിബ്ബ സ്പെഷ്യൽ എന്ന് പറഞ്ഞ വെറൈറ്റി ചിക്കനാണ്. അപ്പം നമ്മുടെ കുക്കാണ് കൂടെ ഉള്ളത്. അദ്ദേഹം ആ ഒരു പ്രിപ്പറേഷനിലേക്ക് പോവാണ്. ഇത് റാസൽ ഖൈമ അൽ ഹമൂറിൻ്റെ അടിപൊളി ഫിഷ് പൊള്ളിച്ചതാണ്. അവരുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷ്. അടിപൊളി. അതായത് ഇവരുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസോടുകൂടി തയ്യാറാക്കുകയാണ്. ഏറ്റവും ടേസ്റ്റി ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ശരി. റാക്ക് സ്പെഷ്യൽ ബിരിയാണി ഫുള്ളായിട്ട് കഴിച്ചു. റാക്ക് സ്പെഷ്യൽ കഴിഞ്ഞിട്ട് നമ്മൾ സദ്യയിലോട്ട് വരികയാണ്. സദ്യ നോർമൽ ഫുഡ് തന്നെയാണ്. അതിൻ്റെ കൂടെ മീൻ പൊള്ളിച്ചത് നേരത്തെ കണ്ടല്ലോ, ആ മീൻ വാഴയില. ഓക്കെ, അതാണ് അടിപൊളിയായിട്ട് തരും. അടിപൊളി. നല്ല കറിവേപ്പിലയൊക്കെ ഇങ്ങനെ ഇട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ്. അടിപൊളി ബീഫുണ്ട് കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് കുരുമുളക് ഇട്ട് നല്ല. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. സൂപ്പർ, അടിപൊളി. ഓരോന്നും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഭംഗിയായി തന്നെ ഭക്ഷണം കഴിച്ചു. ഇതാ നോക്കൂ, ഇത്രയും ക്ലീൻ ആയിട്ടാണ് കഴിച്ചേക്കുന്നത്. വെറുതെ പറയുന്നതല്ല, നന്നായി തന്നെ ആസ്വദിച്ച് കഴിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് കണ്ടോ, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഫിഷ് പൊള്ളിച്ചത്. ഏറ്റവും മസാല അത് തീർച്ചയായും റാസൽ ഖൈമ വരികയാണെങ്കിൽ അൽ ഹമൂർ റെസ്റ്റോറൻറ്റിൽ വരാൻ മറക്കരുത്. അത്ര മനോഹരമായ, അത്ര സുന്ദരമായ ഭക്ഷണമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊള്ളിച്ച ഫിഷ് ആയിരുന്നാലും ബീഫ് ആയിരുന്നാലും ചിക്കൻ ആയിരുന്നാലും
ബിരിയാണി ആയിരുന്നാലും ദം ബിരിയാണി ആയിരുന്നു, അങ്ങനെ വെറൈറ്റി ഓഫ് ഫുഡുണ്ട്. അത് ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ലൊരു സെർവ് ചെയ്യുന്ന രീതി, അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു എന്താ പറയുക പ്ലസന്റ് മൈൻഡോട് വന്നിട്ട് ഒരു സെർവ് ചെയ്യുന്നതാണ്. നമസ്കാരം. അപ്പം ഞങ്ങൾ അവർ TV 24/7 നിന്നാണ്. അപ്പം ഞങ്ങളിവിടെ വന്ന് ഫുഡ് കഴിച്ചു. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളുടെ ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? ഇവിടുത്തെ ഫുഡ് വളരെ നല്ലതാണ്. ഇഷ്ടപ്പെട്ട് ഏകദേശം ഒരു 2-3 വർഷത്തോളം കണ്ടിന്യൂസ് വീക്കിലി എങ്ങനെ 2 ടൈംസ് ഞങ്ങളോട് വരാറുണ്ട്. ഓക്കെ. ഫാമിലിക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് പോകാൻ നല്ലൊരു സ്ഥലമാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഫുഡാണെങ്കിലും നല്ല ഫുഡാണ്. 2 വർഷം 2-3 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വീക്കിലി എങ്ങനെ 2 പ്രാവശ്യം വരാറുണ്ട്. ഓ, മോളുടെ അഭിപ്രായം എങ്ങനെയാണ്? മോൾക്ക് എനിക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടം. ആ നല്ലതാണ്. ആ ഓക്കെ. നമസ്കാരം. ഞങ്ങൾ അവർ TV 24/7 നിന്നാണ്. അപ്പം ഞങ്ങളിവിടെ വന്ന് ഫുഡ് കഴിച്ചു. അപ്പം നിങ്ങളിപ്പോൾ കണ്ട് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് അപ്പം എങ്ങനെയാണ് ഇവിടെ വരാൻ ഒരു നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. നമ്മൾ ഞാൻ 9 കൊല്ലമായി ഇവിടെ വർക്ക് ചെയ്യുന്നു, റാസക്കാമിൽ തന്നെ. പക്ഷേ ഇവിടുത്തെ ഫുഡ് എനിക്ക് ബാക്കിയുള്ള ഹോട്ടലിനെ കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. അതാണ് ഇങ്ങോട്ട് വരുന്നത്. ഫാമിലി ആയിട്ട് നമ്മൾ അന്ന് മുതൽ ഇവിടെ തന്നെ. ഇവിടുത്തെ എല്ലാ ഡിഷസും എല്ലാം ഓക്കെയാണ്. പിന്നെ അവരെ പെരുമാറ്റങ്ങളും എല്ലാം ഓക്കെയാണ്. ശരിക്കും ഇവിടെ എത്ര വർഷമായിട്ട് ഈ ഹോട്ടലിൽ വരാറുണ്ട്? ഒരു 2 വർഷമായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? ബെസ്റ്റ്, സൂപ്പർ, ടോപ്പ് ഫുഡ്. ഇവിടെ റാസൽ ഗെയിമിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഫുഡ് നമുക്ക് ഇവിടെ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ പറയുന്നല്ല, സീരിയസ് ആയിട്ട് പറയാം. പല ഫുഡിൽ സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ചോറും നല്ല നല്ല ഫുഡുകളാണ്. ഹൈജീനിക് ആണ്, നല്ല വൃത്തിയാണ്, നല്ല ആംബിയൻസ് ആണ്, സൈലന്റ് ആണ്. വറുത്തരച്ച കറിയുണ്ട് ഒരു ബീഫിന്റെ, നല്ലൊരു നെയ്പ്പത്തിലുണ്ട്, നല്ലൊരു നെയ്പ്പത്തിൽ, നല്ല ലൈവായിട്ടുള്ള നെയ്പ്പത്തിൽ. അത് പാലൊഴിച്ച് നല്ല നല്ല ഫുഡ്, നല്ല ഫുഡ്. ഇത് ശരിക്കും ഇവിടുത്തെ സ്പെഷ്യലാണ്. മാംബിലാൻ എന്നാണ് ഇതിൻ്റെ പേര്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത് അവർ കൽബ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. അതേപോലെ സ്പെഷ്യൽ തന്നെയാണ്. മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ്. സത്യത്തിൽ നമ്മൾ റാസൽ കൈമ വരികയാണെങ്കിൽ ഈ അൽഹമൂർ റെസ്റ്റോറൻറ്റിൽ വരണം. നഖീലിലാണ് ഇതുള്ളത്. സൂപ്പർ ഫുഡാണ്. വെറുതെ അല്ല പറയുന്ന, അനുഭവത്തിലൂടെ പറയുന്നത്. ഞങ്ങൾ രണ്ടാളും വയറ് കണ്ട ഫുള്ളായിട്ടിരിക്കുകയാണ്. നന്നായി ഫുഡ് കഴിച്ചു, ആസ്വദിച്ച് കഴിച്ചു.